നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ കാലഘട്ടത്തിൽ ആണ് നമ്മൾ എം പി പത്മനാഭനെ വീണ്ടും ഓർക്കുന്നത്. 1/4 നൂറ്റാണ്ടായി അദ്ദേഹം നമ്മൾ വീട്ടിൽ വന്നിട്ട്. 1/4 നൂറ്റാണ്ടായി എന്നല്ല, ഏതാനും വർഷങ്ങൾ പോലും ആയോ എന്ന സംശയമാണ് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡ്, നേരത്തെ സാജു ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഏറ്റെടുത്ത മറ്റൊരു കൗൺസിലർക്കാണ് കൊടുക്കുന്നത്. ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഒരു ഏതാണ്ട് 45-47 വർഷം മുമ്പാണ് ഇവിടെ വരുന്നത്. സംഘടനാ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നൊരു പേരാണ് എം പി പത്മനാഭൻ. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൽ ഞാൻ എം പി പത്മനാഭനെ ഒരു വ്യക്തി ആയിട്ടല്ല കാണുന്നത്, ഒരു കുടുംബത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും കാണുന്നത്. 24 മണിക്കൂറും തുറന്നിട്ട വാതിൽ, അടയ്ക്കാത്ത വാതിലാണ് എം പി പത്മനാഭൻ്റെ കുടുംബത്തിൻ്റെ. അതും ഏറ്റവും ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ. ഈ നഗരത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സമ്പന്നരായ ആളുകൾ വന്നാൽ അതുതന്നെയാണ് സ്റ്റാൻലി സത്യനേശൻ്റെയും അനുഭവം. അവരെ ഏറ്റവും ദരിദ്രരായ ആളുകളെ സംഘടിപ്പിക്കാനാണ് പറഞ്ഞയക്കുക. അതിനന്ന് പാർട്ടിയിൽ പറഞ്ഞിരുന്ന പേര് ഡി ക്ലാസ് ചെയ്യുക എന്ന് വെച്ചാൽ വർഗവൽക്കരിക്കുക. ഉയർന്ന വർഗത്തിൽ നിന്നും വരുന്ന ആളുകളെ അടിസ്ഥാന വർഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡി ക്ലാസ് ചെയ്യുക എന്നാണ് അതിന് പറയുക. അങ്ങനെ ഒരാളാണ് വർഗീസ് വൈദ്യൻ. വർഗീസ് വൈദ്യൻ വളരെ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തെയാണ് കർഷക തൊഴിലാളി യൂണിയൻ കുട്ടനാട്ടിൽ സംഘടിപ്പിക്കാൻ നിയോഗിച്ചത്. അതുപോലെ തന്നെ ജോർജ് ചടയമുറിയാണ് ചെത്തുതൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കാൻ. AITUCയുടെ എല്ലാ ചെത്തുതൊഴിലാളി ഓഫീസിൻ്റെയും പേര് ജോർജ് ചടയമുറി സ്മാരകം എന്നാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ KR ഗൗരിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ അച്ഛൻ ആയിരക്കണക്കിന് പറ കൃഷി അവകാശമുള്ള കാണാവകാശമുള്ള ഒരു കർഷകനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അവരുടെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഗൗരിയമ്മയെ ചുമതലപ്പെടുത്തിയത് കയർ തൊഴിലാളികളെയും ഏറ്റവും പാവപ്പെട്ട ആളുകളെയും സംഘടിപ്പിക്കാനാണ്. അങ്ങനെ മറ്റു ഉയർന്ന വർഗത്തിൽ നിന്ന് വന്ന ആളുകളാണെങ്കിലും ഏറ്റവും പാവപ്പെട്ടവരെ സംഘടിപ്പിക്കുക എന്ന ചുമതലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ അവർക്ക് സംഘടനാപരമായി കൊടുത്തിട്ടുള്ളത്, അല്ലാതെ അവരുടെ കുറിച്ച് അഭിപ്രായം പറയലല്ല. അങ്ങനെ കേരളത്തിൽ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ, കേരളത്തിൽ പൊതുവായിട്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ട ഗൗരിയമ്മയെപ്പോലുള്ള വീട് പോലൊരു വീട്. ഗൗരിയമ്മയുടെ വീട്ടിൽ എപ്പോഴും ആർക്കും കയറി ചെല്ലാൻ ഭക്ഷണം കഴിക്കും. പക്ഷെ ഗൗരിയമ്മ ചുണ്ടി പിടിക്കും. ഗൗരിയമ്മ ഒന്ന് ചുണ്ടി പിടിച്ച് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം അപ്പോൾ കാര്യം പെട്ടെന്ന് പിന്നീട് സാധിക്കും. അത് ചീത്ത വിളിച്ചോ കൂടി. അങ്ങനെയുള്ള നിരവധി ആളുകൾ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. അതുപോലെ തന്നെ എം പി പത്മനാഭൻ്റെ വീട്ടിൽ ഞാൻ വന്നപ്പോൾ ഇത് തന്നെയാണ്. ഏത് സമയം അത് പിന്നെ TV വന്ന കാലത്താണ് എൻ്റെ ഒരു ഓർമ്മ. അവരുടെ വീട്ടിലേക്ക് ആ സിറ്റിംഗ് റൂമിലേക്ക് കയറാൻ പറ്റില്ല. എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ അടുത്ത വീട്ടിലൊന്നും TV ഇല്ല. വലിയ ഓർമ്മയില്ലേ? TV ഉള്ള സമയത്ത് രാമായണം സീരിയലോ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് പപ്പേണ്ണ കാണണമെങ്കിൽ സൂത്രത്തിലൊക്കെ നടന്ന് പോയിട്ട് വേണം കാണാൻ. അപ്പോൾ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇയാൾ എന്തൊരു ശല്യം കയറി വന്നിട്ടുള്ളതാണ് മട്ടിലാണ് നമ്മളെയൊക്കെ അവർ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ട് ഞാൻ വളരെയധികം നമ്മൾ ബന്ധപ്പെട്ട് 40 വർഷമായിട്ട് കൂടുതലുവരായിട്ടാണ്.
തുറന്നിട്ടൊരു വീടായിരുന്നു ലീഡറുടെ വീട്. ലീഡറുടെ വീടിൽ എല്ലാവർക്കും വരാം, എല്ലാ മുറിയിലും പോവാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ വെച്ച് എത്രയോ തവണ, എനിക്ക് നിങ്ങൾ പറയുമ്പോൾ അഹങ്കാരം പറയാമെന്ന് വിചാരിക്കരുത്, അദ്ദേഹം കിടന്നതിന് ശേഷവും വിളിച്ചുണർത്തി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. അതെനിക്ക് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക്. അത് അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും, ഒരാൾ നമ്മുടെ രാഷ്ട്രീയമായിട്ട് ഇല്ലെങ്കിൽ പോലും ഇവിടെ അമ്മയുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമില്ല, എങ്കിൽ പോലും 2 മക്കളായിട്ട്, കുടുംബമായിട്ടും അവരുടെ ബന്ധുക്കളായിട്ടും എല്ലാം ഇതുപോലെ തുറന്നിട്ട ഒരു ഭവനമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ആ ഗണത്തിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏത് പാതിരയ്ക്കും ആളുകളോടൊപ്പം ചെന്ന് കാര്യങ്ങൾ പറയുന്ന, പ്രത്യേകിച്ചും പാലിയേറ്റീവ്, അത് ഞാൻ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്, പാലിയേറ്റീവിൽ ഇത്രയും ശ്രദ്ധ മേരി പുഷ്പം വഹിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവാർഡ് നൽകിയത് ഏറ്റവും ഉചിതമാണ് എന്ന് ഞങ്ങളുടെ കമ്മിറ്റിയാണ് നൽകുന്നതെങ്കിലും നിങ്ങളും കരുതും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രാഷ്ട്രീയമൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ നമ്മുടെ ബഹുമാനായ മുരളീധരൻ്റെ ഇവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു പ്രശ്നമല്ല, പല പ്രശ്നങ്ങളും എല്ലാ പണ്ട് കാലത്തും ഉണ്ടായിട്ടുണ്ട്. കേരളം ഒരു സിസ്റ്റം ഫെയിലിയറിലേക്ക് നീങ്ങിയിരിക്കും. പണ്ടും ചില ഡോക്ടർമാർ ചില തെറ്റ് കാണിക്കും, ചില സാറുമാർ കുഴപ്പം കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിദ്യാർത്ഥികൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ എവിടെയെങ്കിലും കൈക്കൂലി വാങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടായി പണ്ടുണ്ട്. പോലീസുകാർ ചിലപ്പോൾ ലോക്കപ്പിൽ അടിക്കും. പക്ഷേ സിസ്റ്റം ഉണ്ടായി. ദൗർഭാഗ്യവശാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തിലെ നമ്മൾ കെട്ടിപ്പൊടുക്കിയ പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ സിസ്റ്റങ്ങളും ഒരു സിസ്റ്റം ഫെയിലിയറിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആശുപത്രി, അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് വരികയാണ്. എന്താ ഉദ്ഘാടനം ചെയ്യുന്നത്? മെഡിക്കൽ കോളേജ് കെട്ടിടമല്ല, ഉദ്ഘാടനം ചെയ്ത് സമരമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ നാളെ CMPയുടെ സമരം വെച്ചിരിക്കുകയാണ്. എന്തിനാ സമരം? ഒരു ഡോക്ടർ അവിടെ നിന്ന് രാജിവെച്ച് പോവുകയാണ്. CPM വളരെ അടുപ്പമുള്ള ഡോക്ടറാണ്. ഇവിടെയൊക്കെയാണ് പഴയ നേതാക്കന്മാരുടെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് തികട്ടി വരുന്നത്. തിരുവനന്തപുരത്ത് ഞങ്ങളൊക്കെ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ്. ഏറ്റവും നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ സംവിധാനങ്ങളുള്ള ഒരു സിസ്റ്റം ശ്രീചിത്ര മുതൽ ഇങ്ങോട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരെ ഉണ്ടായി. എല്ലാം ഫെയിലിയറാണ്. മന്ത്രി ചോദിക്കുന്നത്, നിങ്ങളെന്താ പ്രൈവറ്റ് ആശുപത്രിയിൽ ഈ സമരത്തിന് പോകാത്തതെന്നാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നവർ അതിന് പോയാൽ പോരെ? ഇത് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയാണ്, ഗവൺമെൻറ് ആശുപത്രികൾ. അപ്പോൾ അവിടെയാണ് സമരം. പ്രൈവറ്റ് ആശുപത്രി സമരം ചെയ്യേണ്ട കാര്യമില്ല. അത് അവർ പൂട്ടിപ്പോട്ടെ, നമ്മുടെ പ്രശ്നമല്ല. പ്രൈവറ്റ് ആശുപത്രി നമ്മൾ പറഞ്ഞിട്ടാണോ തുടങ്ങിയത്? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റം ഫെയിലിയറാണ്. ഇപ്പോൾ ഞങ്ങൾ ആശുപത്രി നടത്തുന്നവർ, സാജു അല്ല എൻ്റെ ഡയറക്ടറാണ്. MBR ക്യാൻസർ സെൻറ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ എന്നല്ല, ചിലപ്പോൾ ഒരു പരാതി ഉണ്ടാവും. പക്ഷെ സിസ്റ്റം ഇൻ പ്ലേസ്, കൃത്യമായൊരു സിസ്റ്റം അവിടെ ഉണ്ട്. ഒരാൾക്കും അവിടെ ശുപാർശയൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു വലിയ സിസ്റ്റമിക് ഫെയിലിയർ നേരിടുന്ന ഈ ഘട്ടത്തിൽ ആ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ വ്യക്തിത്വത്തെ, ആ ഒരു ടീം, ആ കാലഘട്ടമാണ് സിസ്റ്റംസ് ഉണ്ടാക്കിയത്. ഗവൺമെൻറ് ആശുപത്രികൾ, ശ്രീചിത്ര പോലുള്ള ആശുപത്രികൾ മുതൽ വിമാനത്താവളങ്ങൾ വരെ. വാസ്തവത്തിൽ അത് ഞാൻ പലപ്പോഴും പറയുന്നതാണ്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. നിശ്ചയമായി നെടുമ്പാശ്ശേരിക്ക് K. കരുണാകരൻ എയർപോർട്ട് എന്ന് പേരിടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെപ്പോൾ വൈകിയാലും നേരത്തെയാലും എപ്പോഴും ഇടണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നു. വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിൽ പറയാറുണ്ട്, സക്സസ് ഹാസ് സെവറൽ ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൺ. വിജയത്തിന് ഒരുപാട് പിതാക്കന്മാരുണ്ട്, പരാജയം ഒരു അനാഥനാണ്. അതിനെടുക്കാൻ ആരുമില്ല. ഇപ്പോൾ ഹൈവേ എടുക്കാൻ ആരുമില്ല. എല്ലാവരും വിഴിഞ്ഞെടുത്തെടുത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിഴിഞ്ഞം വിജയിച്ചു.
അവിടെ ഞാൻ ലീഡറെ ഓർക്കുകയാണ്. ഞാൻ മറ്റൊരാളെ ഓർക്കുന്നുണ്ട്, അത് ഞാൻ കോൺഗ്രസ് പാർട്ടിയോടും കൂടെ പ്രാദേശികമായിട്ട് പറയുകയാണ്. ഡിക്രൂസ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, വലിയ തുറയിൽ, നിങ്ങൾ എത്ര പേർക്കറിയുന്നു? ആ ഡിക്രൂസ് വന്ന് ലീഡറുടെ മുറി വന്ന് പറയുന്ന എനിക്കെൻ്റെ കണ്ണിലിപ്പോഴും ഉണ്ട്. സാറേ, ഞങ്ങൾ മാലിദ്വീപിൽ നിന്ന് കപ്പൽ കൊണ്ടുവരാം, ശ്രീലങ്കയിൽ നിന്ന് കപ്പൽ കൊണ്ടുവരാം, വിഴിഞ്ഞത്ത് കൊണ്ടുവരാം എന്നോടും പറഞ്ഞു. എന്നിട്ട് ലീഡറുടെ മുറിയിൽ ഒരു വലിയ കപ്പലിൻ്റെ രൂപം ഇരുന്നത് ഓർക്കുന്നുണ്ടോ? ഡിക്രൂസ് കൊടുത്തതാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പത്തേമാരി കൊണ്ടുവന്നത്. അന്ന് ചുമ്മാരേട്ടൻ മനോരമയിൽ കളിയാക്കി. കെ കരുണാകരനും എം വി രാഘവനും കൂടെ ക്യാപ്റ്റന് അവാർഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ കള്ളിമുണ്ടെടുത്ത് വീഡിയോ വലിച്ചിട്ട് ഒരാൾ വന്നു. ഞാൻ പറഞ്ഞു, ചുമ്മാരേട്ട, അത് ഈ പത്തേമാരി എന്ന് പറഞ്ഞ ഒരു കാളവണ്ടിയാണ്. പക്ഷേ ആയിരക്കണക്കിന് കാളവണ്ടി വന്നാൽ വലിയ കപ്പലിൻ്റെ അടുത്തയാവും. എന്നെങ്കിലും കപ്പൽ വരും. ഓ, നിൻ്റെ മന്ത്രി കപ്പൽ കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും അന്ന് കെ കരുണാകരനും എം വി ആറും ഉദ്ഘാടനം ചെയ്ത ആ വിഴിഞ്ഞം തുറവാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ ഒപ്പിടുന്നതിൽ ഏറ്റവും നിർണായകമായ, ഉമ്മൻചാണ്ടിയുടെ ഒപ്പാണ് വിഴിഞ്ഞമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തത് ലീഡറുടെയും എം വി ആറിൻ്റെയും നേതൃത്വത്തിലാണ്, ഇന്ത്യൻ ആൻ്റണിയുടെ നേതൃത്വത്തിലാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് എം പി പത്മനാഭനെ നമ്മൾ 25 വർഷത്തിന് ശേഷം ഓർക്കുന്നു. ഒരു വലിയ ധനിക കുടുംബത്തിൽ നിന്ന് വരികയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും സമരങ്ങളിൽ, ജയിലിൽ, ലോക്കപ്പിൽ കിടക്കുകയും എല്ലാം ചെയ്ത ഒരു വലിയ വ്യക്തിത്വത്തെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തിരുവനന്തപുരം ഓർക്കുന്നു എന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ്, പൊളിറ്റിക്കൽ ക്യാരക്ടറായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും